കശ്മീർ വിഷയത്തിൽ മുനവച്ച ചോദ്യവുമായി എത്തിയ പാകിസ്ഥാനി മാധ്യമപ്രവർത്തകന്റെ വായടപ്പിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ലണ്ടനിലെ ഏറ്റവും വലിയ തിങ്ക് ടാങ്കുകളിൽ നിന്നായ ചാതം ഹൗസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയതായിരുന്നു അദ്ദേഹം. പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഉയർച്ചയും പങ്കുമെന്നതായിരുന്നു പരിപാടിയുടെ വിഷയം അവതരിപ്പിച്ച് കേൾവിക്കാരിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്ഷണിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കാനെന്ന ഭാവേന എഴുന്നേറ്റ് നിന്നത്. എന്റെ ചോദ്യം ജയശങ്കറിനെ ചിലപ്പോൾ പേടിപ്പിച്ചേക്കാമെന്നും ഇന്ത്യ നിയമവിരുദ്ധമായി കശ്മീർ കൈയടക്കിയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് കശ്മീർ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു ചോദ്യം എന്നതിലുപരി ഈ പരിപാടിക്കിടയിൽ അനാവശ്യ അലോസരമുണ്ടാക്കുകയാണ് ചോദ്യകർത്താവിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായിരുന്നുവെങ്കിലും തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ എതിരാളിയുടെ വായടപ്പിക്കും വിധമാണ് ജയശങ്കർ ഇതിന് മറുപടി നൽകിയത്. നോക്കൂ, കശ്മീർ പ്രശ്നത്തിന്റെ വലിയൊരു ഭാഗവും ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്യുന്നതായിരുന്നു അതിലെ ഒരു വലിയ ചുവടുവയ്പ്. കശ്മീരിന്റെ വളർച്ച, അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമൂഹിക നീതി എന്നിവ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഘട്ടം. തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതായിരുന്നു മൂന്നാമത്തെ ഘട്ടം. വളരെ ഉയർന്ന പോളിംഗ് ശതമാനത്തോടുകൂടി തന്നെ കശ്മീരിൽ തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഇനി ഒരു കാര്യം മാത്രമേ പരിഹരിക്കാനുള്ളൂ. അതാണ് നാലാമത്തെ ഘട്ടം. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിന്റെ മോഷ്ടിച്ച ഭാഗം തിരികെയെടുക്കലാണ് അതും പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാം, കശ്മീർ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജയശങ്കർ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിച്ചു. ജയശങ്കർ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് നടത്തിയ അതിശക്തമായ ഈ പ്രഖ്യാപനം ഞെട്ടലോടെയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ ബ്ലോഗർമാരും യൂട്യൂബർമാരും സജീവമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയാണ്. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പാകിസ്ഥാൻ മോഷ്ടിച്ച ഭാഗം ഇന്ത്യ തിരികെ പിടിച്ചാലും ലോകരാജ്യങ്ങൾ ഒന്നും മിണ്ടില്ലെന്നും അമ്പെ തകർന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യക്കെതിരെ ഒരു ചുക്കും ചെയ്യാനാവില്ലെന്നും പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വിലാപമുയരുന്നു. ജമ്മുകശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും എന്തോ കേട്ട് ഭയന്ന പോലെയാണ് പ്രതികരണം നടത്തിയത്. പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ജമ്മുകശ്മീരിന്റെ ഭാഗം തിരികെ പിടിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി പറയുന്നത്. തിരികെ പിടിക്കുന്നതിന് ആരെങ്കിലും അവരെ തടഞ്ഞോ? അവരത് ചെയ്തോട്ടെ. കാർഗിൽ യുദ്ധസമയത്ത് അവർക്കത് ചെയ്യാൻ പാടില്ലായിരുന്നു. ജമ്മുകശ്മീരിന്റെ കുറച്ചു ഭാഗം ചൈനയുടെ കയ്യിലുമുണ്ട്. പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ചതാണ് ആ ഭാഗം. പാകിസ്ഥാന്റെ ഭാഗം തിരികെ പിടിക്കുമ്പോൾ ചൈന കൈക്കലാക്കിയ ഭാഗവും തിരികെ പിടിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു ഒമർ അബ്ദുള്ള പറഞ്ഞത്. ജയശങ്കറിന്റെ പരാമർശത്തിൽ ചർച്ചകൾ കൊഴുത്തതോടെ പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്ഖത്ത് അലിഖാനും രംഗത്ത് എത്തിയിട്ടുണ്ട്. ജമ്മുകശ്മീർ ഒരു തർക്കപ്രദേശമാണെന്നും ജയശങ്കറിന്റെ വാദങ്ങൾ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതാണെന്നുമായിരുന്നു ഷഫ്ഖത്തിന്റെ പ്രതികരണം. ജയശങ്കർ മാധ്യമപ്രവർത്തകന് നൽകിയ മറുപടി പാകിസ്ഥാനും ചില പാക് തൽപര കക്ഷികൾക്കും നന്നായി കൊണ്ടിട്ടുണ്ടെന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ.